Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimirandasya Jnananjana Shalakaya Chakshurunmilitam Yena Tasmai Shri Guruve Namaha. Shri Chaitanya Manobhishtam Stapidam Yena Bhutale Swayam Rupa Kadamahyam Tadati Supatandigam Vandeham Shri Gurum Shri Udapatagamalam Shri Gurum Vaishnavamsya Shri Rupam Sagrajatam Sagana Raghunatham Vidam Tam Sajivam Sadvaitam Savadutam Parijana Saitam Krishna Chaitanya Devam Shri Radha Krishna Padan Sagana Lalita Shri Vishakham Vidamsya Ye Krishna Karuna Sindhu Dinabandho Jagatpade Gopesha Gopika Kanta Radha Kanta Namostude Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanu Sude Devi Pranamami Hari Priye Vancha Kalpatarubhesha Kripa Sindhu Bevacha Patidanam Pavanebhyo Vaishnavebhyo Namo Namah Nama Om Vishnupadaya Krishna Prishtaya Bhutale Srimate Bhakti Vedanta Swaminiti Namine Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Guruve Gaura Chandraya Radhikaya Tadalaye Krishnaya Krishna Bhaktaya Tad Bhaktaya Namo Namah Hare Krishna Hari Om Tat Sat നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 18 24ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പഠിക്കുന്നത്. ഹരേ കൃഷ്ണ. ശരണ്യ മാതാജി. മോദിനി മാതാജി വിളിച്ചു കിട്ടിയോ? സമയം മാറിയ സമയം നേരത്തെ അറിഞ്ഞില്ല, ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. 24 യത്തു കാമേപ്സുനാ കർമ്മ സഹൻകാരേണ വാപുന ക്രിയത്തെ ബഹുലായാസം തദ്രാജസം ഉദാഹൃതം. യത്തു കാമേപ്സുനാ കർമ്മ സാഹൻകാരേണ വാപുനഃ ക്രിയത്തെ ബഹുലായാസം തദ്രാജസം ഉദാഹൃതം. 32 അല്ലേ? 32 ആണോ? ഓക്കെ, മറ്റേ ക്ലാസ്സിലേക്കും 24. ഓക്കെ, 24 ഞാൻ വെച്ചിരിക്കണേ മാതാജി. 32 ആണ് മാതാജി. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കണ 32 ആ. ഞാൻ പറയാം. 24 കുഴപ്പമില്ല, എനിക്കറിയില്ല ചിലപ്പോ എന്താണ്. പ്രഭു 24 തന്നെ പറഞ്ഞു. അല്ല, 24 മറ്റേ ക്ലാസ്സിലെ ആവാനും ചാൻസ് ഉണ്ട്. രണ്ട് ക്ലാസ്സും പാരലലി ഏതാണ്? 32 അറിയില്ല. ഞാനും 32 അടയാളം വെച്ചിരിക്കുന്നത്. അപ്പൊ 32 തന്നെയാണ്. അധർമ്മം ധർമ്മമിതിയ മന്യത്തെ തമസാവൃതാം സർവാർത്ഥൻ വിപരീതംശ്ച ബുദ്ധിസാ പാർത്ഥ താമസി. അധർമ്മം ധർമ്മം ഇതിയ മന്യത്തെ തമസാവൃതാം സർവാർത്ഥം വിപരീതംശ്ച ബുദ്ധിസാ പാർത്ഥ താമസി. ഓക്കെ, നിഷ മാതാജി and Charani Mataji. Hare Krishna Prabhuji. Adharmam dharmamiti ya manyate tamasavrita sarvavartan viparitamscha buddhisa partha tamasi. Very bold. ഹരേ കൃഷ്ണ. പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. Very bold. That understanding which considers irreligion to be religion and religion to be irreligion under the spell of illusion and darkness and strives always in the wrong direction, O Partha, is in the mode of ignorance. അപ്പൊ എന്താണ് തമോ ഗുണത്തിലുള്ള ആ ജ്ഞാനം, അറിവ് എന്നാണ് പറയുന്നത്. ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും നമ്മള് ചിലപ്പോ കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ്? അണ്ടർ ദ സ്പെൽ ഓഫ് ഇല്യൂഷൻ ആൻഡ് ഡാർക്ക്നെസ്. ഓക്കെ, നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും അങ്ങനെ ശരിയെ തെറ്റും തെറ്റിനെ ശരിയുമായിട്ട് നമ്മൾ വകവയ്ക്കുന്നു. അതാണ് തമോ ഗുണത്തിലുള്ള അറിവ് എന്നാണ് പറയുന്നത്. ഇന്റലിജൻസ് ഇൻ ദ മോഡ് ഓഫ് ഇഗ്നോറൻസ് ഈസ് ഓൾവേസ് വർക്കിംഗ് ദ ഓപ്പോസിറ്റ്
of the way it should be. It accepts religions which are not actually religions and rejects actual religion. Men in ignorance understand a great soul to be a common man and accept a common man as a great soul. Okay, അതും നമുക്ക് സംഭവിക്കാനുള്ളത് വലിയ അതായത് നമ്മളുടെ അറ്റയർ നോക്കിയിട്ട് നമ്മളുടെ വേഷഭൂഷം എല്ലാം നോക്കിയിട്ട് ആൾക്കാരെ വിലയിരുത്തുക. വലിയൊരു ഗ്രേറ്റ് സോൾ ആയിരിക്കും വേഷം, വസ്ത്രധാരണയുടെ ആ സ്റ്റൈല് വളരെ പാവപ്പെട്ട സ്റ്റൈലിലിട്ടാൽ ഇയാളൊന്നും അറിയില്ല, ഇയാൾക്ക് ബുദ്ധിയൊന്നുമില്ല, ഇയാൾ സാധാരണ വ്യക്തിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കും അല്ലേ. അതേപോലെ ഒന്നും അറിയാത്ത ഒരാൾ നല്ല കോട്ടും സൂട്ടും ബൂട്ടൊക്കെ ഇട്ട് വന്നാൽ ഇയാൾ വലിയൊരു പ്രമാണിയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. Men in ignorance understand a great soul to be common man and accept a common man as a great soul. വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിനെ വലിയ ഒരു കോൺഫറൻസിൽ വിളിച്ചപ്പോൾ അദ്ദേഹം സാധാരണക്കാരനായിട്ട് ഒരു സൈക്കിളിൽ പോയ സമയത്ത് അദ്ദേഹത്തിനെ ഓടിച്ചു ഓടുന്നു. അവരെ എക്സ്പെക്ട് ചെയ്യുന്ന വലിയ കോട്ടും സൂട്ടും ഇട്ടുള്ള വലിയൊരു സ്വാമി വലിയൊരാളാന്നുള്ളത്. പിന്നെ അദ്ദേഹം വലിയ കാറിലൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിനെ അണിയിച്ചുകൊണ്ടേ. അപ്പൊ അതേപോലെ നമ്മളുടെ തെറ്റിദ്ധാരണ അങ്ങനെയാണ്. അപ്പൊ എല്ലാം എക്സ്റ്റേണൽ ആയിട്ട് ഔട്ട്വേർഡ് ആയിട്ടുള്ള ആ പ്രസൻസ് ആണ്, ആ ഒരു പ്രസന്റിങ് ആണ്. ഓക്കെ, അതാണ് എല്ലാവരും കണക്കാക്കുന്നത്. നമ്മൾ എന്താണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്? ഈ ശരീരം, അതിൻ്റെ ഉള്ളിൽ ആത്മാവ് എന്താണ് അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. പുറമേയുള്ള മോടി, അതിനനുസരിച്ചിട്ടാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. സോ ദേ തിങ്ക് ട്രൂത്ത് ടു ബി അൺട്രൂത്ത് and accept untruth as truth. In all activities, they simply take the wrong path. Therefore, their intelligence is in the mode of ignorance. അപ്പോൾ തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു അമളിയാണത്. എപ്പോഴും ഔട്ട്വേർഡ് ഡ്രസ്സ്, ഔട്ട്വേർഡ് അപ്പിയറൻസ് കണ്ടിട്ട് അതിനെ വിലയിരുത്തുക. അതാണ് തമോ ഗുണത്തിലുള്ള ഒരു അറിവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ടെക്സ്റ്റ് 33. ധൃത്യാ യയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേനാവ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികി. ധൃത്യാ യയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേനാവ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Smita Mataji and Ravi Prabhu. Very good. Ravi Prabhu translation like you. O son of Partha, that determination which is unbreakable, which is unsustained with unsustained with steadfast, sustained with steadfasted by yoga practice, and which thus controls the activities of the mind, life and sense, is determination in the mode of goodness. Very good. O son of Partha, that determination which is unbreakable, which is sustained with steadfastness by yoga practice, and which thus controls the activities of the mind, life and senses, is determination in the mode of goodness. അപ്പോ നമ്മളുടെ നിഷ്ഠ അത് തമോ ഗുണത്തിലും രജോ ഗുണത്തിലും അതേപോലെ സത്വ ഗുണത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ നിഷ്ഠ ഡിറ്റർമിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ് സത്വഗുണത്തിലുള്ള നിഷ്ഠ? അപ്പൊ എന്താണ് പറയുന്നത്? ഡിറ്റർമിനേഷൻ വിച്ച് ഈസ് അൺബ്രേക്കബിൾ. ഒരിക്കലും എന്തൊരു ഇൻഫ്ലുവൻസ് വന്നാലും അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ആ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും. ഒരു വസ്തുവും ഒരാളും ഒരു കാര്യവും അതിനെ നമുക്ക് പിന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. വിച്ച് ഈസ് സസ്റ്റൈൻ വിത്ത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. ആ നിശ്ചയദാർഢ്യം അല്ലെ, ദൃഢനിശ്ചയം എങ്ങനെ സാധിക്കുന്നത്? ബൈ യോഗ പ്രാക്ടീസ്. അപ്പൊ അത് യോഗ പ്രാക്ടീസ് പറഞ്ഞാൽ അത് ഭക്തി യോഗ പ്രാക്ടീസ് ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ആൻഡ് വിച്ച് ദസ് കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് മൈൻഡ്, ലൈഫ് ആൻഡ് സെൻസസ്. അപ്പൊ അങ്ങനെ ആ ഭക്തി യോഗ പ്രാക്ടീസിലൂടെ നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ജീവിത രീതിയെയും നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും നമുക്ക് നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരു നിഷ്ഠയാണ്
മോഡ് ഓഫ് ഗുഡ്നെസ്സിൽ, അതായത് സത്വഗുണത്തിൽ ഉള്ളതാണ് പറയുന്നത്. യോഗ ഈസ് എ മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സുപ്രീം സോൾ. One who is steadily fixed in the supreme soul with determination, concentrating one's mind, life, and sensory activities on the supreme, engages in Krishna consciousness. That sort of determination is in the mode of goodness. The word avyabhicharinya is very significant, for it indicates that persons who are engaged in Krishna consciousness are never deviated by any other activity. അവ്യഭിചാരിണ്യ. ഓക്കെ, എന്താണ് ശ്ലോകം? ഈ വാക്ക് വരുന്നത് അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ, അല്ലേ? അതല്ല, ഏതാണ് ഈ ഒരു പ്രത്യേകം വേർഡ് വരുന്ന ഒരു ശ്ലോകം ഉണ്ടോ? ഏതാണത് ഓർക്കുന്നുണ്ടോ? അവ്യഭിചാരിണ്യ ഓർക്കുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? ഏത് ശ്ലോകമാണ്? വ്യഭിചാരം. എന്താ, ഏതാ ശ്ലോകം? എനിവേ, ഓർക്കുമ്പോ ഞാൻ പറയാം. ദ വേർഡ് അവ്യഭിചാരൻ, അതായത് എന്താണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോട്ട് സ്റ്റിക്കിംഗ് ടു, യുനോ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞാൽ നോട്ട് സ്റ്റിക്കിംഗ് ടു ദ സ്പൗസ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇവിടെ സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ, ഭഗവാനെ മാത്രം നമ്മളുടെ ശ്രദ്ധ അവിടെയും പോണം ഇവിടെയും പോണം. അതായത് ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോകണം, ശിവന്റെ അടുത്ത് പോകണം, ദേവിയുടെ അടുത്ത് പോകണം. സിംഗിൾ ഒരു പോയിന്റഡ് അറ്റൻഷൻ നമുക്കില്ല, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ അവ്യഭിചാരിണ്യ. അങ്ങനെ ആയിരിക്കരുത്, സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ ആയിരിക്കും. ഭഗവാൻ കൃഷ്ണനാണ്, കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചാൽ ബാക്കി എല്ലാവരും പ്രീതിപ്പെടും എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഭഗവാൻ കൃഷ്ണന് തുല്യമായിട്ട് കാണുന്നത് ആണ് ഇവിടെ അവ്യഭിചാരിണ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെല്ലാം കോമ്പറ്റീറ്ററാണ് ഭഗവാൻ കൃഷ്ണനെ, അങ്ങനെ വിചാരിക്കുന്നതാണ് തെറ്റ്. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്. അപ്പൊ ആ യോഗ പ്രാക്ടീസിലൂടെ നമുക്കറിയണം കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചാൽ നമ്മള് വൃക്ഷത്തില് വെള്ളമൊഴിക്കുന്ന, വേരിൽ വെള്ളമൊഴിക്കുന്ന കൂട്ടത്തിലാണ്, അല്ലേ? എല്ലാ ശാഖകളിലും ചില്ലകളിലും പൂക്കളിലും ഇലകളിലൊന്നും സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മള് ആ നിഷ്ഠയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാവരും തൃപ്തരാവും. എങ്ങനെ വൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ചില്ലകളും ശാഖകളും ഇലകളും പുഷ്പങ്ങളും ഫലങ്ങളും എല്ലാം തൃപ്തിപ്പെടുന്നുവോ വേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ, അതേപോലെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദേവീദേവതമാർക്കും സന്തോഷമുള്ളൂ. കാരണം വെച്ചാൽ അവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാരാണ്, അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഭക്തി എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് അറ്റൻഷൻ ആയിരിക്കണം, അവ്യഭിചാരിണ്യ ഉള്ള അങ്ങനത്തെ ഭക്തി ആയിരിക്കണം, അതാണ് പറയുന്നത്. സോ നോ അതർ ആക്ടിവിറ്റി. അതാണ് persons who are engaged in Krishna consciousness never deviated by any other activity. ഒരിക്കലും അവര് വഴി തെറ്റി പോവില്ല, അവർക്കറിയാം. Text 34. Yaya tu dharma karmarthan dhritya dharayate arjuna prasangena phalakankshi dhridi sa partha rajasi. Yaya tu dharma kamarthan dhritya dharayate arjuna prasangena phalakankshi dhridi sa partha rajasi. Okay. Modani Mataji. മാതാജി മ്യൂട്ടാണ്. എത്രാമത്തെ ശ്ലോകം? 34. യയാ തു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സ പാർത്ഥരാജ.
നിഷമാതാജി ട്രാൻസ്ലേഷൻ വായിക്കും. Any person who is always desirous of fruitive result in religious or translation. But that determination by which one hold fast to fruitivity results in religion, economic development, and sense gratification is of the nature of passion, O Arjuna. അപ്പൊ നമ്മൾ നേരത്തെ എന്താണ് സത്വഗുണത്തിലുള്ള ആ നിഷ്ഠ ഡിറ്റർമിനേഷനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇനി രജോ ഗുണത്തിലുള്ള ആ നിഷ്ഠ എന്താണെന്നാണ്. But that determination by which one holds fast to fruitive results in religion, economic development, and sense gratification is of the nature of passion, O Arjuna. എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? ഫ്രൂട്ടീവ് റിസൾട്ട്സ് ഇൻ റിലിജൻ, ധർമ്മം, അർത്ഥം, കാമം, ഇതും മൂന്നും പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ബട്ട് ബൈ ഡിറ്റർമിനേഷൻ, അതായത് എൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ധർമ്മ, അർത്ഥ, കാമം, ഇത് മൂന്നിലാണ് എൻ്റെ ലക്ഷ്യം. അത് വളരെ ദൃഢതയോടുകൂടി പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഏതിലാണ്? രജോ ഗുണത്തിലാണ്. But that determination by which one holds fast to fruitive results in religion, ധർമ്മം എന്തിനാണ് ചെയ്യുന്നത്? അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. അർത്ഥം എന്തിനാണ്? കാമത്തിന് വേണ്ടിയിട്ട്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അതാണ് ഫ്രൂട്ടീവ് റിസൾട്ട് ഇൻ റിലിജൻ, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ. സീക്വൻസ് ആണത്. നമ്മൾ ധർമ്മം ചെയ്യുന്നു, ഓക്കെ, നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നു, തപസ് ചെയ്യുന്നു, ചാൻഡ് ചെയ്യുന്നു, അതൊക്കെ തമോ ഗുണത്തിലാവാം, രജോ ഗുണത്തിലും ആവാം, അതേപോലെ സത്വഗുണത്തിലാവാം. ഈ എല്ലാം നമുക്ക് ഈ മൂന്ന് ഗുണത്തിലും ചെയ്യാം ഏതൊരു കാര്യം. അപ്പൊ നമ്മള് വളരെ നിഷ്ഠയോടുകൂടി ധർമ്മം ചെയ്യുന്നു. എന്തിനെ? നമ്മൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. എക്കണോമിക് ഡെവലപ്മെന്റ് വേണം, അർത്ഥം വേണം, അല്ലേ? അപ്പൊ അർത്ഥം കിട്ടിയ പിന്നെ നെക്സ്റ്റ് എന്താണ്? കാമം. കാമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തി. നല്ല വീട് വേണം, നല്ല കാറ് വേണം, ഓക്കെ, സ്വത്ത് വേണം, എസ്റ്റേറ്റ് വേണം, നൗക്കർ ചാക്കർ പറഞ്ഞില്ലേ, ഇതെല്ലാം നമുക്ക് വേണം. ഇതെല്ലാം എന്താണ്? സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. എനിക്ക് മാത്രമേ പാടില്ല, മറ്റുള്ളവർക്ക് ആരും പാടില്ല. അത് കുറച്ചും കൂടി കടന്നു കൈയായി, അല്ലേ? വേറെ ആർക്കും കിട്ടാൻ പാടില്ല. എനിക്ക് നല്ല വീട് വേണം, നല്ല കാറ് വേണം, നല്ല എല്ലാ സംവിധാനങ്ങളും വേണം, പക്ഷെ മറ്റുള്ളവർക്ക് കിട്ടിയാൽ. അപ്പൊ നമ്മളെ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്ന കൂടുതൽ ആൾക്കാരും? നമുക്കില്ലാത്തത് കൊണ്ടല്ല, നമ്മളെക്കാട്ടിലും മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്, അല്ലെ? കൂടുതൽ അങ്ങനെയല്ലേ എല്ലാവരും ദുഃഖിക്കുക? നമുക്ക് വീട് താമസിക്കാണ്ട്, അത്യാവശ്യം നമുക്ക് നല്ലൊരു വീടുണ്ട്, നല്ല സൗകര്യമുണ്ട്, പക്ഷെ അടുത്ത വീട്ടുകാരൻ, ഇവിടെ നമുക്ക് 3 ബെഡ്റൂം, അവിടെ 5 ബെഡ്റൂംസ്, ഇമ്പോർട്ടഡ് ഫർണിച്ചർ, ഇമ്പോർട്ടഡ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ കണ്ണുകടി. അപ്പൊ നമുക്ക് ദുഃഖം. കാരണം വെച്ചാൽ അവരിലുണ്ട്, എൻ്റെ ഇല്ല. ഇതാണ് സാധാരണ എല്ലാവരും. അപ്പൊ ഇത് രജോ ഗുണത്തിലുള്ള ഒരു envious നേച്ചർ, അസൂയ, ഇതൊക്കെ ഏതിലാണ്? രജോ ഗുണത്തിലുള്ള എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് that determination by which one holds fast to fruitive results in religion, economic development, and sense gratification is of the nature of passion, O Arjuna. Any person who is always desirous of fruitive results in religious or economic activities, whose only desire is sense gratification, and whose mind, life, and senses are thus engaged, is in the mode of passion. यया स्वप्नं भयं शोकं विषादं मदमेव च न विमुञ्चति दुर्मेधा धृति सा पार्थ तामसी. यया स्वप्नं भयं शोकं विषादं मदमेव च न विमुञ्चति दुर्मेधा धृति सा पार्थ तामसी. निशमादाजी and Prabhu. Hare Krishna Prabhu. यया स्वप्नं भयं शोकं विषादं मदमेव च न विमुञ्चति दुर्मेधा धृतिः सा पार्थ तामसी. And the determination which cannot beyond dreaming, futureless, lamination, borrow-sense, and illusion. Such unintelligent determination, O son of Partha, is in the mode of darkness. And that determination which cannot go beyond dreaming, fearfulness, lamentation, moroseness, and illusion, such unintelligent determination, O son of Partha,
ഈസ് ഇൻ ദ മോഡ് ഓഫ് ലൈഫ്. അപ്പോൾ തമോ ഗുണത്തിലുള്ള ആ നിഷ്ഠ, ഡിറ്റർമിനേഷൻ എന്താണ്? അത് നമ്മൾ സ്വപ്നലോകത്തിലാണ് ജീവിക്കുന്നത്. സ്വപ്നലോകം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ല. പേടിച്ച് ജീവിക്കുന്നു, എപ്പോഴും പേടിയാണ്. കാരണം എൻ്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊസിഷൻ അല്ലെ, എൻ്റെ ധനം, എൻ്റെ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള പേടി എപ്പോഴും ഉണ്ടായിരിക്കും. സൊസൈറ്റിയിലുള്ള എൻ്റെ മാനം, എൻ്റെ സ്വത്ത്, എൻ്റെ ആ സൊസൈറ്റിയിലുള്ള ഒരു നല്ലൊരു പൊസിഷൻ, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഇതെല്ലാം പോകുമോ, ഏത് സമയത്തും പോവാം അല്ലേ. അപ്പൊ അതിൻ്റെ പേടി. പിന്നെ ലാമെന്റേഷൻ, ഓരോന്നും ഓർത്ത് നമ്മൾ ദുഃഖിക്കുക, കഴിഞ്ഞ കാലത്ത് ഓർത്ത് ദുഃഖിക്കുക. മൊറോസ്നെസ്, എപ്പോഴും ഉദാസീനത. ആൻഡ് ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഇല്ലാത്തത് ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ, ഞാൻ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അങ്ങനത്തെ അൺഇന്റലിജന്റ് ഡിറ്റർമിനേഷൻ, അതായത് ബുദ്ധിയില്ലാത്ത ഒരു നിഷ്ഠ. അതാണ് ഇവിടെ എന്താണ് പറഞ്ഞത്? ദുർമേധ എന്ന് പറഞ്ഞിരിക്കുന്നത്. മേധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജന്റ്. ദുർമേധ എന്ന് പറഞ്ഞാൽ അൺഇന്റലിജന്റ്. O son of Siddha is in the mode of darkness. So it should not be concluded that a person in the mode of goodness does not dream. Okay. സ്വപ്നം കാണില്ല എന്നല്ല സത്വഗുണത്തിലുള്ള ഒരു വ്യക്തി. Here dream means too much sleep എന്നാണ് പ്രഭുപാദ പറയുന്നത്. അതായത് too much sleep. Dreaming is always present, either in the mode of goodness, passion, or ignorance. Dreaming is a natural occurrence. But those who cannot avoid oversleeping, who cannot avoid the pride of enjoying material objects, are always dreaming of lording it over material world, and whose life, mind, and senses are thus engaged, are considered to have determination in the mode of ignorance. Or dreaming, അത് സത്വഗുണത്തിലാവാം, രജോഗുണത്തിലാവാം, തമോ ഗുണത്തിലാവാം. തമോ ഗുണത്തിലുള്ള ആൾക്കാരെ കൂടുതൽ ഡ്രീം ചെയ്യും, കളിച്ചാൽ കൂടുതൽ ഉറങ്ങും. അവർ ലേസിയാണ്. അവരൊക്കെ എപ്പോൾ സമയം കിട്ടി അപ്പോൾ ഉറങ്ങും, ലേസിയാണ്. പിന്നെ അതല്ല, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ ഇന്ദ്രിയ തൃപ്തിയിൽ അവര് കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നു. പിന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള, ഈ പ്രകൃതിയെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം അവരിൽ ഉടലെടുക്കും. ആൻഡ് ഹൂസ് ലൈഫ്, മൈൻഡ് ആൻഡ് സെൻസ് ആർ പ്ലസന്റ്. അങ്ങനെ അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ അത് തമോ ഗുണത്തിലുള്ള ഡിറ്റർമിനേഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് ഡിഫറെന്റ് മോഡ്സിലുള്ള ഡിറ്റർമിനേഷൻ, നോളജ്, ആക്ടിവിറ്റി, മനസ്സ്, അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം 18ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. ഭഗവാൻ അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ വിവിധ തരത്തിലുള്ള ആൾക്കാരെ അവര് ഏത് ഗുണത്തിലാണ്, സത്വഗുണത്തിലാണോ അല്ലെങ്കിൽ തമോ ഗുണത്തിലാണോ അല്ലെങ്കിൽ രജോ ഗുണത്തിലാണോ, അവരുടെ പ്രവൃത്തിയും അവരുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സുഖം തു ഇദാനിം ത്രിവിധം ശൃണു മേ ഭരതർഷഭാം അഭ്യാസാത് രമന്തെ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. സുഖം ത്വ ഇദാനിം ത്രിവിധം ശൃണു മേ ഭരതർഷഭാം അഭ്യാസാത് രമന്തെ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. ഓക്കെ, സ്മിത മാതാജി and ശരണ്യ മാതാജി. मे भरदर्शभा अभ्यासात् रमते यत्र दुःखानां च निगच्छति. ഹരേ കൃഷ്ണ. ഹേ ഭരതർഷഭ, ബദ്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെ പറ്റി ഇനി പറയാം. ഇത് 3 വിധത്തിലുണ്ട്. Okay. Oh, best of the Bharadas, now please hear from me about the 3 kinds of happiness by which the conditioned soul enjoys and by which he sometimes comes to the end of all distress. അപ്പൊ ഇനി 3 തരത്തിലുള്ള സന്തോഷം അല്ലെ, ഹാപ്പിനെസ്, അതിനെ പറ്റി വർണ്ണിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവ്യഭിചാരേണ, അപ്പോ അത് 1426 എന്താണ് പറയുന്നത് അറിയോ? മാംചയോ അവ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ സഗുണാൻ സമതിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ.
അവിടെയാണ് ഈ അവ്യഭിചാരണ വരുന്നത്. Those who serve me with unalloyed devotion, unalloyed, avyabhicharena. But a single point of attention, rise above the three modes of material nature and come to the level of the Brahman. അപ്പോൾ അവിടെയാണ് ഈ പർട്ടിക്കുലർ വേർഡ് അവ്യഭിചാരേണ. നമുക്ക് ഒരു പതി, നമുക്ക് ഒറ്റ പതി, ഒരു ഹസ്ബൻഡേ ഉള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം. ഒരുപാട് ഹസ്ബൻഡ്സ് ഇല്ലേ? ഒരുപാട് ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്? അതിന് പറയുന്ന വ്യഭിചാരം എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അവ്യഭിചാരേണ. വി ഹാവ് ഓൺലി വൺ മാസ്റ്റർ ആൻഡ് വൺ ഗോഡ് ആൻഡ് അങ്ങനെ അത് അൺഅലോയ്ഡ് ഡിവോഷൻ വേണം എന്നാണ് പറയുന്നത്. അതാണ് ഗുഡ്നെസ്സിലുള്ള അറിവ്, നോളേജ് എന്നാണ് പറയുന്നത്. So a conditioned soul tries to enjoy material happiness again and again. Thus he chews the chewed, chewing the chewed. Okay, നമ്മള് കരിമ്പിന്റെ ഇത് എങ്ങനെ കടിച്ച് അതിന്റെ ജ്യൂസ് മുഴുവനെ കഴിഞ്ഞു, എന്നിട്ട് വീണ്ടും അതിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുമല്ലതും ഒന്നും കിട്ടില്ല. അതേപോലെയാണ് പ്രഭാത പറയുന്ന കണ്ടീഷൻസുള്ള ബദ്ധാത്മാവ്. അതായത് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര കൂടുതൽ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ദുഃഖം വരെയുള്ളൂ, സന്തോഷമല്ല കിട്ടുന്നത്. So conditioned soul tries to enjoy material happiness again and again. Thus he chews the chewed. But sometimes in the course of such enjoyment, he becomes relieved from material entanglement by association with the great soul. അപ്പോ എന്താ പറയുക, സംടൈം ചില സമയത്ത് ബൈ ദ വിൽ ഓഫ് പ്രൊവിഡൻസ് നമ്മൾ അതിൽ നിന്ന് മുക്തരാകും. എങ്ങനെ? ബൈ അസോസിയേഷൻ വിത്ത് എ ഗ്രേറ്റ് സോൾ. അപ്പൊ നമുക്ക് അങ്ങനെ നല്ലൊരു സാധു സമ്പർക്കം കിട്ടുകയാണെങ്കിൽ, ആ അസോസിയേഷൻ കിട്ടുകയാണെങ്കിൽ ആ തലത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. ഇൻ അതർ വേർഡ്സ്, എ കണ്ടീഷൻ സോൾ ഈസ് ഓൾവേസ് എൻഗേജ്ഡ് in some type of sense gratification, but when he understands by good association that it is only a repetition of the same thing and is awakened to his real Krishna consciousness, he is sometimes relieved from such repetitive so-called happiness. അപ്പോൾ നല്ലൊരു സത്സംഗം കിട്ടുമ്പോൾ നമുക്കറിയാം അതിൽ ജ്യൂസ് ഒന്നുമില്ല, രസം മുഴുവൻ കഴിഞ്ഞു. അപ്പൊ അത് വീണ്ടും വീണ്ടും അത് ച്യൂ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ആവർത്തിച്ച് ച്യൂ ചെയ്യുന്നത് നമുക്ക് നിർത്തി ശരിക്കുള്ള ഹാപ്പിനെസ് കിട്ടാൻ പറ്റും. ടെക്സ്റ്റ് 37. യത്തദഗ്രേ വിഷം ഇവ പരിണാമേ മൃതോപനം തത് സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. യത്തദഗ്രേ വിഷം ഇവ പരിണാമേ മൃതോപനം തത് സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. മോദനി മാതാജി ആൻഡ് സ്മിത മാതാജി. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദ. Translation. That which in the beginning may be just like poison, but at the end is just like nectar, and which awakens one to self-realization is said to be happiness in the mode of goodness. Very good. That which in the beginning may be just like poison, but at the end is just like nectar, and which awakens one to self-realization is said to be happiness in the mode of goodness. ആദ്യം നമുക്ക് കയ്പായിട്ട് തോന്നും, പിന്നീട് അതിന്റെ മധുരം നമുക്ക് അറിയാൻ പറ്റും, അതിന്റെ ഗുണം. ഫോർ എക്സാമ്പിൾ പിൽസ്. ഓക്കെ, മുമ്പത്തെ കാലത്ത്, ഇന്നെല്ലാം ഷുഗർ കോട്ടഡ് പിൽസ് ആണ്, ക്യാപ്സൂൾസ്. മുമ്പത്തെ കാലത്ത് വളരെ കയ്പേറിയതാണ് അല്ലേ രവിപ്രഭു? അത് ഭയങ്കര കയ്പും ചമർപ്പൊക്കെയും. എങ്ങനെയെങ്കിലും അത് സ്പൂൺ കൊണ്ട് അമ്മി അച്ഛനൊക്കെ തരും വായില്, എന്നിട്ട് പഞ്ചസാര ശർക്കരയൊക്കെ തരും അല്ലേ? അപ്പൊ അത് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കയ്പാണ്. പക്ഷെ അതിന്റെ ഗുണമോ നെക്ടറാണ്. നെക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ അസുഖം മാറും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുടക്കത്തില് അത് വളരെ കയ്പായിട്ട് തോന്നും, പിന്നീടാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. അപ്പൊ ഇൻ ദ ബിഗിനിങ് ഇറ്റ്സ് ലൈക്ക് പോയ്സൺ. ഈവൻ സമുദ്രമന്ഥനം ചെയ്ത സമയത്ത് എന്താണ് ആദ്യം വന്നത്? വിഷം. അയ്യോ, അത് വിഷാണ് വരുന്ന പറഞ്ഞിട്ട് ആ സമുദ്രമന്ഥനം നിർത്തിയാൽ എന്താ സംഭവിക്കുക? നെക്ടാർ കിട്ടില്ല, അമൃതം കിട്ടില്ല അല്ലേ?
അപ്പോൾ വി ഷുഡ് ഹാവ് പേഷ്യൻസ്. നമുക്ക് ക്ഷമ വേണം. അപ്പോൾ കടഞ്ഞ് അവസാനം അവർക്ക് അമൃത് കിട്ടി. അതാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കാരണം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഈ ഇന്ദ്രിയ ഭോഗത്തിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, എത്രയോ ജന്മാന്തരമായിട്ട്. അപ്പോൾ അതിനോട് അഡിക്ഷനായി. അപ്പോൾ നല്ല കാര്യം നമ്മുടെ ചെവിയിൽ പോവില്ല. ഓക്കെ, കാരണം അതിനോട് ടേസ്റ്റ് ഇല്ല. നാമം ചെല്ലാൻ പറഞ്ഞാൽ ആർക്കും ഇൻട്രസ്റ്റ് വരില്ല. എന്തിനാ ഈ നാമം ചെല്ലിയിട്ട് കിട്ടിയത്? നമുക്ക് ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിച്ചുകൂടെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ മുടന്ത ന്യായങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ അത് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. നമ്മളുടെ നല്ല അസോസിയേഷൻ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിച്ച് അത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം പതുക്കെ പതുക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കൈപ്പേറിയ അനുഭവം തോന്നുമെങ്കിലും, കാരണം നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. പതുക്കെ പതുക്കെ നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം നടക്കും. പിന്നെ അതിനോട് രുചി തോന്നും. പിന്നെ അതിൻ്റെ ഗുണം, സന്തോഷം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് അയ്യോ നമ്മളിത് എത്രയോ കാലം മുമ്പ് ചെയ്യേണ്ടായിരുന്നു നമുക്ക് തോന്നും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് എന്താണ് മോഡ് ഓഫ് ഗുഡ്നെസ്സിലുള്ളത് എന്നാണ് പറയുന്നത്. So in the pursuit of self-realization, one has to follow many rules and regulations to control the mind and the senses and to concentrate the mind and the self. All these procedures are very difficult, bitter like poison. But if one is successful in following the regulations and comes to the transcendental position, he begins to drink real nectar and he enjoys life. Ashtanga Yogigal. Ashtanga Yoga ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നല്ല. 8 limbs ആണ്. യമ, നിയമ, ആസന, പ്രാണായാമ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് യമനിയമങ്ങൾ ഫോളോ ചെയ്തിട്ട് ശേഷം അങ്ങനെ സിറ്റിംഗ് പോസ്ചറും പ്രാണായാമം ഇതെല്ലാം ചെയ്തിട്ട് 8 limbs ആണ് ഇതിൽ. വളരെ ബുദ്ധി. പക്ഷെ അതിന്റെ അവസാനം കിട്ടുന്ന ആ നെക്ടറോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭഗവാനായിട്ടുള്ള ആ മിലൻ, ആ കമ്മ്യൂണിയൻ, അതിൽ കിട്ടുന്ന ആനന്ദം വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി അത് കുറച്ച് ബുദ്ധിമുട്ടായില്ലെങ്കിൽ പതുക്കെ കണ്ട് അതിന്റെ ഗുണം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ഇത്ര നമ്മൾ എഫേർട്ട് എടുത്തത് ഒട്ടും നഷ്ടം വന്നില്ല എന്ന് മനസ്സിലാക്കും. അപ്പം അതാണ് സത്വഗുണത്തിലുള്ള ആ ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെ. ടെക്സ്റ്റ് 38. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദ് അഗ്രേ അമൃതോപമം പരിണാമേ വിഷം ഇവ തത്സുഖം രാജസംസ്മൃതം. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദ് അഗ്രേ അമൃതോപമം പരിണാമേ വിഷം ഇവ തത്സുഖം രാജസം അമൃതം രാജസം സ്മൃതം. നിഷ മാതാജി and Prabhu. विषयेन्द्रिया संयोगाद् यतत्तग्रे मृतोपमं परिणामे विषमिव तत्सुखं राजसंस्मृतम्. That happiness which is derived from the contact of the senses with their objects and which appears like nectar at the first but poison at the end is said to be of the nature of passion. Very good. That happiness which is derived from contact of the senses with their objects and which appears like nectar at first but poison at the end is said to be of the nature of passion. എന്നാണ് ഉദാഹരണത്തിന് ഇൻടോക്സിക്കേഷൻ, മദ്യം, ഡ്രഗ്സ് ഒക്കെ വളരെ ഇനീഷ്യലി എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് ഉത്തേജനം തരും. വളരെ സുഖം തോന്നും, നമ്മളൊക്കെ പറന്ന് നടക്കുന്ന പോലെ തോന്നും. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതാണ്. 4 കാലൊക്കെ നടക്കും അല്ലേ മനുഷ്യര്. അതൊക്കെ ഇനീഷ്യലി സന്തോഷം. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താണ്? എൻഡില് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്ട്രസ്, കംപ്ലീറ്റ് ഹെൽത്ത് പോയി, നമ്മളുടെ മെന്റൽ ഈക്വിലിബ്രിയം പോയി, ഇന്റലിജൻസ് നഷ്ടപ്പെട്ടു, ദ ടോട്ടൽ എക്സിസ്റ്റൻസ് ഈസ് ഗോൺ. അപ്പോ തുടക്കത്തിൽ വളരെ, ഫോർ എക്സാമ്പിൾ പിയേഴ്സ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പിയർ പ്രഷർ കാരണം സിഗരറ്റ് വലി, മദ്യപാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ ദുസ്വഭാവങ്ങളൊക്കെ അവരെടുക്കും.
അവരതിൽ ആനന്ദം കണ്ടെത്തുന്നു. കാരണം വെച്ചാൽ അവനവന്റെ ഗ്രൂപ്പില് ഒരു വലിയ ഒരു നിലയ്ക്കുണ്ടല്ലോ, അതൊക്കെ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാം തുടങ്ങും. പക്ഷെ അതങ്ങനെ അഡിക്ഷൻ ആവും. അതിനുശേഷം അതൊന്നും ആ സ്വഭാവം ഒന്ന് നിർത്തിക്കിട്ടുണ്ടെങ്കിൽ പറ്റുമോ? പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഡി അഡിക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മളുടെ ക്യാരക്ടറെ ബാധിക്കും, നമ്മളുടെ ബാക്കി എല്ലാ കാര്യത്തിലും അത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെലുത്തും. അപ്പൊ അതാണ് പറയുന്നത്, അങ്ങനത്തെ ആ ഒരു സ്വഭാവമാണ് ഇൻ ദ മോഡ് ഓഫ് പാഷൻ. സോ ഹാപ്പിനെസ്, അപ്പൊ ആ സന്തോഷം ആദ്യം നമുക്ക് നന്നായി തോന്നും, പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് വളരെ മോശമായിരിക്കും. അങ്ങനെ കിട്ടുന്ന സന്തോഷം രജോ ഗുണത്തിന്റെ സന്തോഷം ആണെന്നാണ് പറയുന്നത്. A young man and a young woman meet, and the senses drive the young man to see her, to touch her, and to have sexual intercourse. In the beginning, this may be very pleasing to the senses, but at the end or after some time, it becomes just like poison. They are separated, or there is divorce, there is lamentation, there is sorrow, etc. Such happiness is always in the mode of passion. Happiness derived from a combination of the senses and the sense objects is always a cause of distress and should be avoided by all means. Appo boys and girls അവരുടെ ആ പ്രായത്തിന്റെ ആ സമയത്തുള്ള ഒരു ഇഷ്ടം തോന്നലും പിന്നെ അവരുടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇതെല്ലാം എന്താണ്, അവന്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കും. ആ കാണുന്ന സമയത്തുള്ള ആ ഒരു ഇഷ്ടം തന്നെയുള്ളൂ, പിന്നീട് അത് നേരെ വിപരീതമാകും. കാണുന്ന തന്നെ അവർക്ക് അലർജി ആയിരിക്കും രണ്ടുപേർക്കും. കാരണം അവരുടെ കാര്യം കഴിഞ്ഞു, ആർക്കും വേണ്ട. പിന്നെ ഇതിലും കൂടുതൽ സഹിക്കുന്നത് സ്ത്രീകളാണ് അല്ലെ. അപ്പോ അവർക്ക് പിന്നെ സപ്പോർട്ടില്ല സൊസൈറ്റിയിൽ നിന്ന്. അവര് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ അതൊന്നുമില്ല വിചാരിക്കുക, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും കൂടിയിട്ട് സാധാരണ ആരാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്? ദ ഫീമെയിൽ പാർട്ട്. അതെല്ലാം ഇനീഷ്യലി അവർക്ക് വളരെ ത്രില്ലായിട്ട് തോന്നിയാലും കൂടിയിട്ട് ഇതെല്ലാം ചെന്നെത്തിക്കുന്നത് അവസാനം ഡിസ്ട്രെസ്സിലാണ്. ടോട്ടൽ ദ ലൈഫ് ഈസ് സ്പോയിൽഡ്. അതാണ് പറയുന്നത്. അങ്ങനത്തെ ആ ഒരു ഇതാണ് ഹാപ്പിനെസ്, ആണ് രജോ ഗുണത്തിലെ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസം ഉദാഹൃതം. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസം ഉദാഹൃതം. സ്മിത മാതാജി ആൻഡ് ശരണ്യ മാതാജി. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം. ഹരേ കൃഷ്ണ. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. And that happiness which is blind to self-realization, which is delusion from beginning to end, and which arises from sleep, laziness and illusion, is said to be of the nature of goodness. ചില ആൾക്കാരോട് നമ്മൾ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സന്തോഷം? നന്നായിട്ട് ഉറക്കം, അതാണ് ഏറ്റവും സന്തോഷം. കുറെ നേരം കടന്നുറങ്ങുക, അത് ഇതിന്റെ ലക്ഷണം. എന്താണ്? തമോ ഗുണത്തിന്. ലേസിനെസ്, സ്ലീപ്പ്, ഓക്കെ, ഓവർ സ്ലീപ്പിംഗ്. സ്ലീപ്പ് എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷെ ഓവർ സ്ലീപ്പിംഗ്, കൂടുതൽ നേരം. ഒരു വ്യക്തി 12 മണിക്കൂറും 14 മണിക്കൂറൊക്കെ ഉറങ്ങാന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ തമോ ഗുണത്തിന്റെ ലക്ഷണമാണ്. ബ്ലൈൻഡ് ടു സെൽഫ്, അതായത് നമ്മുടെ ജീവിതം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അതിന് ഉപയോഗിക്കാണ്ട് നമ്മള് ഈ അന്ധരായിട്ട് ഇങ്ങനത്തെ ലേസിനെസ്സിനും അല്ലെങ്കിൽ കൂടുതൽ ഉറങ്ങാനും ഇല്യൂഷനിലൊക്കെ നമ്മൾ ഇടപെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് വെറും തമോ ഗുണം മാത്രമാണ് എന്നാണ് പറയുന്നത്. One who takes pleasure in laziness and in sleep is certainly in the mode of darkness, ignorance, and one who has no idea how to act and how not to act is also in the mode of ignorance. Okay. അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം. അതിനാണ് അവർ സുഖം കണ്ടെത്തുന്നത്. എന്ത് ശരി, എന്ത് തെറ്റ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും അവർക്ക് ക്ലാരിറ്റി ഇല്ല. അങ്ങനത്തെ ആൾക്കാരും
തമോ ഗുണത്തിലാണ്. For the person in the mode of ignorance, everything is illusion. There is no happiness either in the beginning or at the end. തമോ ഗുണത്തിലെ ആൾക്കാർക്ക് തുടക്കത്തിനും സന്തോഷമില്ല, അവസാനം സന്തോഷമില്ല. എപ്പോഴും മൊറോസ്നെസ് ആണ്, എപ്പോഴും ലേസിനെസ്, എപ്പോഴും അവര് ആലസ്യമായിട്ട് ഒരു സന്തോഷം, ഒരു പ്രസാദം അവരുടെ മുഖത്ത് കാണാൻ പറ്റില്ല. There is no happiness either in the beginning or at the end. For the person in the mode of passion, there might be some kind of ephemeral happiness in the beginning and at the end distress. But for the person in the mode of ignorance, there is only distress both in the beginning and at the end. സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് ആദ്യം അവർക്കൊരു വിഷമം തോന്നുമായിരിക്കും, പക്ഷെ അവസാനം അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. രജോ ഗുണത്തിലെ ആൾക്കാർക്ക് ബിഗിനിങ്ങില് സന്തോഷം ഉണ്ടാവും, പിന്നെ എൻഡില് അത് അവര് ദുഃഖമായിട്ട് മാറും. ഇവിടെ തുടക്കത്തിലും അവസാനത്തിലും ദുഃഖം മാത്രമേ ഉള്ളൂ. അത് തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക്. നഥത് അസ്തി പൃഥിവ്യം വാ നഥത് അസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുഖം യത് ഏഭിസ്യാത്രിഭിർഗുണഃ നഥത് അസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുഖം യത് ഏഭിസ്യാത്രിഭിർഗുണഃ. നിഷമാദേജൻ പ്രഭു. ഹരേ കൃഷ്ണ. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യതേഭി സ്യാത്രിഭിർഗുണൈ. Hare Krishna Prabhu. There is no beginning existing either here or among the demigods in the higher planetary systems, which is freed from these three modes born of material nature. Very good. There is no being existing either here or among the demigods in the higher planetary system, which is freed from these three modes born of material nature. അപ്പോ ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയിലോ അല്ലെങ്കിൽ മറ്റു ഉപരിതലങ്ങളിലോ ഉപരിലോകത്തോ ഡെമിഗോഡ്സിന് അന്യ ദേവീ ദേവതമാരുടെ സ്ഥലത്തോ ഈ മൂന്ന് ഗുണങ്ങളില്ലാത്ത സ്ഥലമില്ല എന്നാണ് പറയുന്നത്. ഈ മൂന്ന് ഗുണങ്ങളുടെ ഉള്ളില് അകപ്പെടാത്ത ജീവാത്മാക്കളില്ല. എല്ലാവരും ഇൻ വേരിയിങ് ഡിഗ്രീസ് ഈ മൂന്ന് ഗുണത്തില് അകപ്പെട്ട് ജീവിക്കുന്ന, അത് സ്വർഗലോകത്തിനായും ശരി, ഭൂമിയിലായും ശരി, പാതാളത്തിൽ എവിടെയായാലും ശരി. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിൽ എല്ലാവരും ഈ മൂന്ന് ഗുണങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. The Lord here summarizes the total influence of the three modes of material nature all over the universe. ഈ ബ്രഹ്മാണ്ടത്തിൽ എല്ലാ ദിക്കിലും ഈ മൂന്ന് ഗുണങ്ങളെ കാണാൻ പറ്റും. അപ്പോ എന്താണ് അതിന്റെ വ്യത്യാസം? ഈവൻ നമ്മുടെ ഭൂമിയിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ, മനുഷ്യരുടെ ഇടയിൽ തന്നെ ഈ മൂന്ന് ഗുണങ്ങളിൽ എല്ലാവരും കാണാം. പ്രിഡോമിനന്റ് ആയിട്ട് ചില ആൾക്കാർ സത്വഗുണത്തിലായിരിക്കും, ചില ആൾക്കാര് രജോ ഗുണത്തിലായിരിക്കും, ചില ആൾക്കാർ തമോ ഗുണം. എല്ലാവരിലും ഈ മൂന്ന് ഗുണമുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ എങ്ങനെയാണ് അയാൾ സാത്വികനാണ് എന്ന് പറയുന്നത്, ആ സത്വഗുണം പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുമ്പോൾ സാത്വികൻ എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് തമോ ഗുണമോ രജോ ഗുണമോ ഇല്ല എന്നല്ല, ഇൻ ഡിഗ്രി ഇറ്റ് ഈസ് ലെസ്. ഓക്കെ, അപ്പൊ 90% സത്വഗുണമായിരിക്കും, 10% ആണ് രജോ ഗുണം അല്ലെങ്കിൽ തമോ ഗുണം ഉള്ളൂ അദ്ദേഹം. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് എന്താ പറയാ? സാത്വികൻ എന്ന് പറയും അല്ലെ. അതേപോലെ രജോ ഗുണം പ്രിഡോമിനന്റ് ആയിരിക്കുമ്പോൾ രജോ ഗുണത്തിലായിരിക്കും, തമോ ഗുണം പ്രിഡോമിനന്റ് ആയിരിക്കുമ്പോൾ തമോ ഗുണത്തിലാ വ്യക്തി. പക്ഷെ ആ തമോ ഗുണത്തിലുള്ള ആൾക്കുണ്ട് സത്വഗുണം രജോ ഗുണം, പക്ഷെ വെരി വെരി മൈന്യൂട്ട് ഡിഗ്രി, വേരിയിങ് ഡിഗ്രീസ്. അപ്പൊ ഈ ഗുണം എല്ലാവരിലും ഉണ്ട്. ഗുണമില്ലാതെ ഈ ഭൗതിക ലോകത്തിലാണോ നമ്മൾ വെച്ചാൽ ഈ മൂന്ന് ഗുണത്തിലാണ്, ഈ മൂന്ന് ഗുണത്തിന്റെ അധീനതയിലാണ്. അതാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ എല്ലാ കാര്യങ്ങളും മൂന്ന് ഗുണത്തിലും നമുക്ക് തരംതിരിക്കാം. മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ നോളജ്, മനുഷ്യൻ പെരുമാറുന്ന രീതി, പിന്നെ മനുഷ്യന്റെ നിഷ്ഠ, ഇതൊക്കെ അല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, പല കാര്യങ്ങളും, ഏത് കാര്യങ്ങളും, മോഡ്സ് ഓഫ് വേർഷിപ്പ്, ഇതെല്ലാം നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് സമ്മറി.
41. അപ്പൊ പ്രഭുജി ദേവലോകത്തും ദേവന്മാർക്കും അങ്ങനെ എത്രയും അവര് കൂടുതലും സത്വഗുണത്തിലായിരിക്കും മാത്രം. അവരും ഗുണങ്ങളുണ്ട്, അവര് കൂടുതലും സത്വഗുണം. പിന്നെ കുറച്ച് രജോ ഗുണം ഉണ്ടാവും, കാരണം അവർക്കും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്, അവർക്കുണ്ട് ഗുണം. Text 41. Brahmana kshatriya visam shudranam cha parantapam karmani pravibhaktani swabhava prabhavair gunai. Brahmana kshatriya visam shudranam cha parantapa karmani pravibhaktani swabhava prabhavair gunai. Madhuri Mataji and Smita Mataji. ब्राह्मणा क्षत्रिया विशाम शूद्राणां च परन्तपा कर्माणि प्रविभक्तानि स्वभावा प्रभवैर्गुणैः. Brahmanas, Kshatriyas, Vaishyas and Shudras are distinguished by the qualities born of their own natures in accordance with the material modes, O chastier of the enemy. Brahmanas, Kshatriyas, Vaishyas and Shudras are distinguished by the qualities born of their own natures in accordance with the material modes of O chastiser of the enemy. അപ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇവരെല്ലാം അവരുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരം തിരിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രാഹ്മണാസ് പ്രിഡോമിനന്റ്ലി എന്തിലാണ്? സത്വഗുണത്തിലാണ്. ക്ഷത്രിയാസ് രജോ ഗുണത്തിലാണ്. വൈശ്യാസ് എന്തിനാണ്? വൈശ്യാസ് ഏത് ഗുണത്തിലാണ്? രണ്ടും മിക്സ് ആയിരിക്കും. രജോ ഗുണം തമോ ഗുണം. തമോ ഗുണം. They are distinguished by the qualities born of their own natures in accordance with the material modes, O chastiser of enemy. 42. Samodamastaba saucham shantir arjavam evacha jnanam vijnanamastikyam brahma karma swabhavajam. Samodamastaba saucham shantir arjavam evacha jnanam vijnanamastikyam brahma karma swabhavajam. ബ്രാഹ്മണന്മാരുടെ സ്വഭാവം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത്. ഓക്കെ, അപ്പം ബ്രാഹ്മണന്മാര്, ക്ഷത്രിയന്മാര്, വൈശ്യന്മാര്, ശൂദ്രന്മാരെ പറ്റി പറഞ്ഞു അല്ലേ? അവരെല്ലാം ഈ 3 ഗുണങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്താണ് ബ്രാഹ്മണന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോ ശരണി മാതാജി ആൻഡ് മോദരി മാതാജി. മോദമസ്തപശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. Purity, tolerance, honesty, knowledge, wisdom, and religiousness. These are the natural qualities by which the Brahmanas work. Very good. Peacefulness, self-control, austerity, purity, tolerance, honesty, knowledge, wisdom, and religiousness. These are the natural qualities by which the Brahmanas work. അപ്പോൾ ബ്രാഹ്മണന്മാരെ എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്? അവർക്കുള്ള ഗുണങ്ങൾ എന്താണ്? പീസ്ഫുൾനെസ്, എപ്പോഴും ശാന്തന്മാരായിരിക്കും, ശാന്തത അവർക്ക് എപ്പോഴും ആയിരിക്കും. സെൽഫ് കൺട്രോൾ, അവരുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. ഓസ്റ്ററിറ്റി, തപസ്യം. പ്യൂരിറ്റി, ശുദ്ധത, അതായത് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശുദ്ധത അല്ലേ. ടോളറൻസ്, അവർക്ക് പലതും സഹിക്കാനുള്ള ആ ഒരു കഴിവുണ്ടാവും. ഓണസ്റ്റി, സത്യവാന്മാരായിരിക്കും. നോളജ് ഉണ്ടായിരിക്കും, അവർക്ക് അറിവുണ്ടായിരിക്കും. വിസ്ഡം, വയസ്സായിരിക്കും. ആൻഡ് റിലീജിയസ്നെസ്, ധർമ്മം പാലിക്കുന്നവരായിരിക്കും. ഇതാണ് ബ്രാഹ്മണന്മാരുടെ ക്വാളിറ്റി. ഇതെല്ലാം ഏതിലാണ്? സത്വഗുണത്തിലാണ്. ബ്രാഹ്മണം ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അവൻ ബ്രാഹ്മണനാണ്. ഈ ക്വാളിറ്റീസ് ഒരാൾക്ക് ആർക്കാണ് ഉള്ളത്? പീസ്ഫുൾനെസ്, സെൽഫ് കൺട്രോൾ. ഇതൊന്ന് മലയാളം വായിക്കൂ ശരണി മാതാജി, എന്തൊക്കെയാണ് ഇതിന്? ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവർത്തികളുടെ ഗുണവിശേഷങ്ങൾ. ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി ബ്രാഹ്മണനാണ്. അല്ലാണ്ട് ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനായ പോലെ. ജന്മം കൊണ്ട് ബ്രാഹ്മണനാവുന്നത് ഒരു അഡീഷണൽ
ഒരു ക്വാളിഫിക്കേഷൻ ആണ് മാത്രം. ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ജന്മം കൊണ്ട് ബ്രാഹ്മണൻ അല്ലെങ്കിലും അദ്ദേഹം ബ്രാഹ്മണനാണ്. ടെക്സ്റ്റ് 43. ശൗര്യം തേജോധൃതിർദാക്ഷ്യം യുദ്ധേ ചാപി അപലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം തേജോധൃതിർദാക്ഷ്യം യുദ്ധേ ചാപി അപലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. നിഷമാതാജി. ശൗര്യം തേജോധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. Heroism, power, determination, resourcefulness, courage in battle, generosity and leadership are the nature of qualities of work for the Kshatriyas. Heroism, power, determination, resourcefulness, courage in battle, generosity and leadership are the natural qualities of work for the Kshatriyas. So, ഇതിന്റെ മലയാളം വിവർത്തനം കൂടി ഒന്ന് വായിക്കും മാതാജി. ശരണി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയത്രേ ക്ഷത്രിയരുടെ പ്രവൃത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി രജോ ഗുണത്തിലാണ്. ഹീറോയിസം, പവർ, ഡിറ്റർമിനേഷൻ, റിസോഴ്സ്ഫുൾനെസ്, കറേജ് ഇൻ ബാറ്റിൽ, ജനറോസിറ്റി, ലീഡർഷിപ്പ്. ഈ ക്വാളിറ്റി എല്ലാവരും ആർക്കാണുള്ളത്? അദ്ദേഹം ക്ഷത്രിയനാണ്. അപ്പൊ എഗെയിൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ, അതാണ് ഭഗവാൻ തന്നെ പറയുന്നത്, ചാതുർവർണ്ണ്യം ഗുണ കർമ്മ വിഭാഗശ. അതാണ് ഭഗവാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഈ കാറ്റഗറൈസേഷൻ നടത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് നാച്ചുറൽ ക്വാളിറ്റീസ് ഓഫ് വർക്ക്. ആ വർക്ക് കർമ്മം, ക്വാളിറ്റീസ് ഗുണം അല്ലേ? ഗുണകർമ്മ വിഭാഗശ. അതാണ് ബൈ ബർത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ഭഗവാൻ. ഓക്കെ, ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണൻ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ എനിക്ക് ആ ഗുണങ്ങളെല്ലാം കിട്ടാനുള്ള ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടെന്നുള്ളത് വാസ്തവം. ഒരു ഡോക്ടറുടെ മകന് ഡോക്ടർ ആവാനുള്ള ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ട്. കാരണം അച്ഛൻ മെഡിസിൻ പഠിച്ചുകൊണ്ട് മകന് നേർവഴിക്ക് നയിക്കാനും ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അഡ്മിഷൻ മേടിച്ച് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് അവിടെയുണ്ട്. മറ്റ് സാധാരണ വീട്ടിൽ ജനിച്ച ഒരു കുട്ടിക്ക് അതിനുള്ള ആ ഒരു സൗകര്യം ഉണ്ടാവില്ല എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഒരു അവസരം ഇവിടെ കൂടുതലാണ്. കൃഷി, ഗോ, രക്ഷ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശുദ്രാസ്യാപി സ്വഭാവജം. കൃഷി, ഗോ, രക്ഷ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശുദ്രസ്യാപി സ്വഭാവജം. ഓക്കെ, സ്മിത മാതാജി ആൻഡ് മോദിനി മാതാജി. കൃഷി, ഗോരക്ഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. Farming, cow protection and business are the natural work for the Vaishyas, and for the Shudras there are labor and service to others. Very good. Farming, krishi, cow protection, goraksha and business. Okay, kachodam, trade, finance are the natural work for the Vaishyas. Vaishyamarade krishi, വാണിജ്യം and goraksha. ഇത് മൂന്നും. ഇത് ആരാണ് ചെയ്യുന്നത്? അവർ വൈശ്യ കാറ്റഗറിയിൽ പെടും. And for the Shudras, there are labor and service to others. ശൂദ്രന്മാർ എന്താണ്? ഈ മൂന്ന് വർണ്ണത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ, ലേബർ ജോലി ചെയ്തിട്ട്, സർവീസ് ചെയ്തിട്ട്. അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഗുണങ്ങളുടെ അടിസ്ഥാനം. ഇതിനെ ഡിസ്ക്രിമിനേഷൻ പറയാൻ പറ്റുമോ? ജാതി വ്യവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എനിക്ക് എന്താണ് അറിവ്, അതിന്റെ അനുസരിച്ച് എനിക്ക് ജോലി കിട്ടുള്ളൂ അല്ലെ? എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അതായത് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഇല്ല, അപ്പൊ എനിക്ക് എങ്ങനെ ഒരു വലിയ ജോലി കിട്ടാൻ പറ്റും? യോഗ്യത ഉണ്ടെങ്കിലല്ലേ
അതിന് അർഹിക്കാൻ പാടും. അപ്പോൾ യോഗ്യത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബ്രാഹ്മണനാവാൻ പറ്റും, ക്ഷത്രിയനാവാൻ പറ്റും? അപ്പോൾ യോഗ്യത ഇല്ലാതെ നമുക്ക് അങ്ങനത്തെ ഒരു യാതൊരു യോഗ്യതയും ഗുണങ്ങളില്ലാണ്ടെങ്കിൽ അവർ ശൂദ്രനാവും. ഇവർ 3 കാറ്റഗറി ആൾക്കാരും, അതായത് ഫിസിക്കൽ വർക്ക് ചെയ്ത് അവരെ സഹായിക്കുന്നു. അപ്പൊ 4 തരത്തിലുള്ള ആൾക്കാരെയും വെച്ച് പറഞ്ഞു: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. അപ്പൊ ഇതില് ഒരാൾക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല, അവരെന്നെ ശൂദ്രനാക്കി അല്ലെങ്കിൽ അവരെന്നെ ബ്രാഹ്മണനാക്കി ക്ഷത്രിയനാക്കി എന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് എന്താണോ അറിയിക്കുന്നത് അത് മാത്രമേ കിട്ടൂ. എനിക്കും ബ്രാഹ്മണനാവണം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് 2 ഡിസൈപ്പിൾസിനെ, ഒരാളെ ലണ്ടനിലും ഒരാൾ ജർമ്മനിയിലും പറഞ്ഞയച്ചു. ഓക്കെ, അപ്പോ ലണ്ടനില് ഒരാള് സായിപ്പ് പറഞ്ഞു, എന്നെ ബ്രാഹ്മണനാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആക്കാൻ പറ്റും. ആദ്യം 4 നിയമങ്ങൾ പറഞ്ഞു, ഇത് പാലിക്കണം, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നെക്സ്റ്റ് ഇമ്പോസിബിൾ. പിന്നെ എങ്ങനെ ബ്രാഹ്മണനാവുന്നത്? ഈ 4 നിയമങ്ങളും പാലിക്കണം ആദ്യം. ഒരുപാട് അതൊക്കെ ചെയ്തിട്ട് പിന്നെ പതുക്കെ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ബ്രാഹ്മണനാവും. അപ്പൊ അവർ പറഞ്ഞ് പറ്റില്ല. പിന്നെ എങ്ങനെ പറയാം? അപ്പൊ നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാക്കാം, യോഗ്യത ഉണ്ടാക്കിയെടുക്കാം, ബ്രാഹ്മണനാവാൻ പറ്റും. ആ സ്വഭാവം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ 32-ലെ തുടങ്ങിയത്. 32. ഓക്കെ, 32 ടു 44 അല്ലേ? അടുത്ത ക്ലാസ് 45. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे।